The Gateway, a journey through the doctrines of faith. മാന്യ പ്രേക്ഷകർക്ക് ഗേറ്റ്വേയിലേക്ക് സ്വാഗതം. The Gateway. ഗേറ്റ്വേയിൽ ഇന്ന് മനുഷ്യ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് മനുഷ്യ സ്വാതന്ത്ര്യത്തെ അർത്ഥപൂർണമാക്കുന്ന കുറേയധികം ആവശ്യങ്ങൾ അവൻ ഇന്ന് നേരിടുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മോടൊപ്പം ചർച്ചയ്ക്കുള്ളത് അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി വളരെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഈ സ്വാതന്ത്ര്യം അവന് സാധ്യമാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന കുറേയധികം ആവശ്യങ്ങളെപ്പറ്റി പരാമർശിച്ചു പോയി. ഈ ആവശ്യങ്ങളെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാക്കുകയും അതിലൂടെ അവന് സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യാനായി അവൻ്റെ കഴിവുകൾ വളർത്തണമെന്ന് കഴിഞ്ഞ ഒരവസരത്തിൽ നമ്മളെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ കഴിവുകൾ പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് അവൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ 3-4 തരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് അവൻ്റെ ശാരീരികമായ ആവശ്യങ്ങളാണ്, ഫിസിക്കൽ നീഡ്സ്. രണ്ടാമതായിട്ട് അവൻ്റെ ബൗദ്ധികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, ഇൻ്റലക്ച്വലായിട്ട് അല്ലെങ്കിൽ കൊഗ്നേറ്റീവായിട്ടുള്ള നീഡ്സ് ഉണ്ട്. മൂന്നാമതായിട്ട് അവൻ്റെ മാനസികമായ ആവശ്യങ്ങളുണ്ട്. മനുഷ്യന് ശരീരവും ബുദ്ധിയും ആത്മാവും അല്ലെങ്കിൽ മനസ്സുമുള്ള ആളാണ്, അപ്പോൾ അവൻ്റെ സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്. നാലാമതായിട്ടൊരു വിശ്വാസി, ഈശ്വരവിശ്വാസി എന്നുള്ള നിലയിൽ അവൻ്റെ സ്പിരിച്വൽ നീഡ്സും ഉണ്ട്. അപ്പോൾ അവൻ്റെ ഫിസിക്കൽ നീഡ്സ്, അവൻ്റെ കൊഗ്നിറ്റീവ് നീഡ്സ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇമോഷണൽ നീഡ്സ്, അവൻ്റെ സ്പിരിച്വൽ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ശാരീരികമായ ആവശ്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഫിസിക്കൽ നീഡ്സിനെ സംബന്ധിച്ചൊരു ശരീരത്തിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ പരിരക്ഷയും ജനിച്ചു വീഴുന്ന ഒരു ശിശുവിന് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ടത് അവൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ആവിഷ്കരിച്ച് ജീവിക്കുവാനായിട്ടുള്ള അവൻ്റെ അവകാശത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് പറയുന്നത് അനേക ലക്ഷം കോടിക്കണക്കിന് ചെറിയ ചെറിയ സെല്ലുകളുള്ള ഒരു മനുഷ്യ ശരീരമാണ് എല്ലാ മനുഷ്യനുമുള്ളത്. ആ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ സെല്ലുകളുടെ എല്ലാം വളർച്ച, അവന് നല്ല പോഷകാഹാരം ലഭിക്കണം, അവന് ആവശ്യത്തിന് വസ്ത്രം ലഭിക്കണം, അവന് കിടന്നുറങ്ങുവാനായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം, അവന് സുരക്ഷ ലഭിക്കണം. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് വിശ്രമത്തിനും വളർച്ചയ്ക്കും അതിൻ്റെ ക്രമാനുഗതമായ വികാസത്തിന് ആവശ്യമുള്ള ഭക്ഷണവും വസ്ത്രവും കിടപ്പാടവും സുരക്ഷയും അതോടൊപ്പം തന്നെ വിശ്രമിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും കളിക്കാനായിട്ടുള്ള അവസരങ്ങളും ഇതെല്ലാം നമുക്കറിയാവുന്ന പോലെ ഒരു ശരീരമുള്ള മനുഷ്യൻ്റെ വികാസത്തിൻ്റെ സ്വാതന്ത്ര്യ ആവിഷ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യനത് പിറന്നു വീഴുമ്പോൾ ഇത്തരം അവകാശങ്ങൾക്ക് അവന് സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ വളരെ അടിസ്ഥാനപരമായ ആവശ്യമുണ്ടെന്ന് പിതാവ് സൂചിപ്പിച്ചിരുന്നത്. ഇന്ന് ഈ കൊച്ചുകുട്ടികളെ പോലും അവർ പിറന്നു വീഴുന്ന ഉടനെ വളരെ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിനോട് അവർ എന്ത് പ്രബോധനമാണ് അവർക്ക് കൊടുക്കാനുള്ളത്? പിറന്നു വീഴുന്ന കുട്ടികളുടെ അവകാശത്തേക്കാൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത് ഇന്ന് അനേകം കുട്ടികൾക്ക് ജനിക്കാൻ അവകാശമില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ജീവനുള്ള എല്ലാ കുട്ടികൾക്കും ജനിക്കുവാനായിട്ടുള്ള അവകാശം അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ജനിച്ച ഒരാളിനെ, ഒരു കുഞ്ഞിന് ജനിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നത് ആ കുട്ടിയോടുള്ള സ്വാതന്ത്ര്യത്തോടുള്ള അപമാനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അനേകമുണ്ട്. അതെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അപ്പം പിറന്ന വീണ കുട്ടിയെ സംബന്ധിച്ചോടെന്താണ് അവൻ്റെ സ്വാതന്ത്ര്യം പരീക്ഷ, അവൻ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവന് അമ്മയിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പരിചരണമുണ്ട്, മാതാപിതാക്കളുടെ പരിരക്ഷയുണ്ട്, അവന് കിട്ടേണ്ടതായിട്ടുള്ള ഭക്ഷണമുണ്ട്, അതിൽ മാതാവിൻ്റെ വൈകാരികമായിട്ടുള്ള പരിചരണം കിട്ടേണ്ടതായിരുന്നു. അനേകം കുട്ടികളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിറന്നു വീഴുന്ന കുട്ടികൾക്ക് മാതാപിതാക്കൾ ഒരു പക്ഷേ ഗൾഫിലോ അമേരിക്കയിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ പിറന്നു വീഴുന്ന കുട്ടികൾക്ക് അതിന് കിട്ടേണ്ടതായ അടിസ്ഥാന പോഷണം പോലും സംരക്ഷണം പോലും മാതാപിതാക്കളിന് കിട്ടാത്ത സാഹചര്യമുണ്ട്. ജീവൻ ഉരുവാകുന്ന സമയം മുതൽ ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ അവകാശം സ്വീകരിച്ചതുകൊണ്ടാണ്
അല്ലെങ്കിൽ അവകാശം നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ഈ രൂപത്തിൽ രൂപപ്പെട്ടു വരാനായിട്ടിടയായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആധുനിക ജീവിതത്തിൻ്റെ തിരക്കുകളും അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ അനേകം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ജനിച്ചു വീഴുന്ന ഒരു ശിശുവിന് ലഭിക്കേണ്ടതായ അടിസ്ഥാനപരമായ ശാരീരിക വളർച്ചയുടെ പരിരക്ഷ മാതാപിതാക്കൾ ഉറപ്പാക്കണം. അപ്പം അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എന്നാ വിദേശത്തൊക്കെ ജോലിയുള്ളവർ അവരുടെ ജോലിയുടെ പ്രത്യേകമായ സ്വഭാവം കൊണ്ടോ അതല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രത്യേകമായ ആവശ്യങ്ങൾ കൊണ്ടോ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ തൽക്കാലം ഇവിടെ നാട്ടിൽ തന്നെ നിർത്തിയിട്ട് അവിടെ പോയി ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പം അവരുടെ അവകാശങ്ങൾക്ക് അത് വലിയൊരു തടസ്സമാണ്. അതെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ധാരാളമായിട്ടുള്ള മാനസിക വൈകല്യങ്ങളും ശാരീരിക വൈകല്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു വികസിത അല്ലെങ്കിൽ വിജ്ഞാനപരമായ വളർച്ച പ്രാപിച്ച സമൂഹം എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു മാതാവ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തീർച്ചയായിട്ടും ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് അവധിയെടുത്ത് കുഞ്ഞിനെ പരീക്ഷിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ക്രമീകരണം നമുക്കറിയാം മനുഷ്യ അവകാശത്തിൻ്റെ പേരിൽ ഉറപ്പാക്കേണ്ടതുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ട് ഗൾഫിലാണ് അമേരിക്കയിലാണ് ഒരു പോയില്ല എന്ന് വരികിൽ ജോലി കിട്ടുകയില്ല, അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പരിഷ്കൃത സമൂഹം അത് കാണണം. അതുപോലെ ചില കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പിറന്നു വീണ അവസരത്തിൽ മാതാപിതാക്കൾക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്ന കുഞ്ഞുങ്ങൾ അനേകമുണ്ട്. അങ്ങനെയുള്ള അനേകം കുഞ്ഞുങ്ങളുടെ ചരിത്രങ്ങളാണ്. ഇനിയും കുടുംബങ്ങൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമില്ലാതെ എത്രയോ കുടുംബങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു, ഉപേക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു കുഞ്ഞിൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഭാഗങ്ങളാണ്. അതിനെയൊക്കെ എങ്ങനെ നമ്മൾ പരിഹരിക്കുമെന്ന് ചോദിച്ചാൽ അത് വളരെ സമഗ്രമായ കാര്യമാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി എന്നാൽ ഈ കുഞ്ഞിൻ്റെ അവകാശങ്ങൾ അതിൻ്റെ ശാരീരിക വളർച്ചയ്ക്കും ദൈവദത്തമായി അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള എല്ലാ കഴിവും വളർത്തിയെടുക്കാനായിട്ടുള്ള സംവിധാനം ഒരു പരിഷ്കൃത സമൂഹം ഉറപ്പാക്കണം എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട വിഷയമാണ്. സഭ ഇക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷേ അനാഥ കുഞ്ഞുങ്ങൾക്ക് അഭയം കൊടുക്കുന്നതായിട്ടുള്ള കേന്ദ്രങ്ങൾ നമ്മുടെ സന്യാസിനിമാർ നടത്തുന്നത് വളരെയേറെ അമ്മമാർക്ക് പകരമായിട്ട് ഇങ്ങനെ മാതാപിതാക്കളായ കുഞ്ഞുങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, ഡിഫറൻഷ്യൽ എബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള അനേകം ആൾക്കാരെ പരിരക്ഷിക്കുന്ന ഒരു ശുശ്രൂഷ സഭയുടെ ഭാഗത്തു നിന്ന് വളരെ ആർജവത്തോടുകൂടി അനേകായിരം കുട്ടികൾക്ക് അതിൻ്റെ ഏറ്റവും മകുടമായിട്ടുള്ളൊരു ശുശ്രൂഷയായിരുന്നു മദർ തെരേസ ചേരുന്ന ശുശ്രൂഷയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട സംവിധാനങ്ങൾ രാഷ്ട്രത്തുണ്ടാകണം, സമൂഹത്തുണ്ടാകണം. അങ്ങനെ ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ നിന്ന് അർഹമായ പ്രോത്സാഹനവും അത് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും സാമൂഹികമായ പരിരക്ഷയൊക്കെ കൊടുക്കേണ്ടത് നമുക്കറിയാവുന്ന പോലെ സമൂഹത്തിൻ്റെ പൊതുവായ ഉത്തരവാദിത്തത്തിന്. അതുകൊണ്ട് ഫിസിക്കൽ നീഡ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ ജനിച്ചു വീഴുന്ന ഏത് കുഞ്ഞിൻ്റെയും അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളുൾപ്പെടെ എല്ലാവരുടെയും അവകാശങ്ങളും സ്വാതന്ത്ര്യം നമ്മൾ ഉറപ്പാക്കണം. രണ്ടാമതായിട്ട് ഇങ്ങനെ ഈ ശാരീരികമായ വളർച്ചയ്ക്കുള്ള ആവശ്യങ്ങൾ ഉറപ്പാക്കുന്ന പോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ബൗദ്ധികമായിട്ടുള്ള വലിയ ഒരു കഴിവോടുകൂടി തന്നെ ഓരോ കുട്ടിയും പിറന്നു വീഴുന്നു. അവന് ദൈവദത്തമായി കൊടുത്തിരിക്കുന്ന അവൻ്റെ കഴിവുകൾ, അവന് ഭാഷ പഠിക്കാനായിട്ടുള്ള കഴിവുകൾ, അല്ലെങ്കിൽ കണക്ക് പഠിക്കാനായിട്ടുള്ള കഴിവുകൾ, അവൻ്റെ കലാവിരുന്ന്, അല്ലെങ്കിൽ അവൻ്റെ കായികമായിട്ടുള്ള ശേഷി, അങ്ങനെ മറ്റ് നൈപുണികൾ, അത് മറ്റുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തിൽ ഒത്തുപോകാനായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള വിവിധ വ്യാപാരങ്ങളെ അല്ലെങ്കിൽ നൈപുണികളെ വളർത്തിയെടുക്കുവാനായിട്ടുള്ള അവസരം സമൂഹത്തെ സൃഷ്ടിക്കണം. ഭാരതത്തെ സംബന്ധിച്ച് നോക്കുന്ന അവസരത്തിൽ അനേക ലക്ഷം കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും വിദ്യാഭ്യാസം ലഭിക്കുവാൻ സാധ്യമല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. ഇവിടെ വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു കാഴ്ചപ്പാടിൽ കുറച്ചുകൂടി അത് ശ്രമകരമാവുന്ന സാധ്യമാവുന്ന ഒരു സാഹചര്യമില്ലേ? ഉണ്ട്. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മെച്ചമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു വലിയ ഭാഗം സംഭാവന നൽകിയിട്ടുള്ളത് സഭയുടെ മിഷണറിമാരാണ്. ഇതൊന്നും നമുക്ക് നിഷേധിക്കാവുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് 122 കോടിയോളം ജനങ്ങളിൽ അനേകായിരം കുഞ്ഞുങ്ങൾക്കാണ് വിദ്യാഭ്യാസം ലഭിക്കാത്തതുകൊണ്ട് അവരുടെ ജീവിതം ഇരുണ്ടു പോകുന്ന സാഹചര്യം. അപ്പോൾ അവിടെയൊക്കെ പുതിയ പുതിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും സാംസ്കാരികമായ കേന്ദ്രങ്ങളും വളരുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കേണ്ടത് അത് എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൻ്റെ പേരിൽ പാടില്ല എന്ന് പറയുന്നത് തടയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഈ സ്വാതന്ത്ര്യത്തിനെ കുറച്ചുകൂടി വ്യക്തമാക്കത്തക്ക രീതിയിലുള്ള ഒരു കുട്ടികളെ സംബന്ധിച്ചോളാണെങ്കിലും മുതിർന്നവരെ സംബന്ധിച്ചോളാണെങ്കിലുമുള്ള ഒരു മാനസികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ആവശ്യങ്ങളെ പറ്റി കൂടി ഒന്ന് വിശദീകരിക്കാമോ? അതായത് വ്യക്തിയുടെ സ്വാതന്ത്ര്യം നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം
ശാരീരിക ഫിസിക്കൽ നീഡ്സിനെ പറ്റി പറഞ്ഞു. ഇൻ്റലക്ച്വൽ നീഡ്സ് ഞാൻ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യ പരിരക്ഷ, തൊഴിൽ സാധ്യതകൾ, ഇതെല്ലാം അതിനകത്തുള്ളതാണ്. അടുത്ത നീഡ്സ് എന്ന് പറയുന്നത് മാനസികമായ ആവശ്യങ്ങളാണ്. പലപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുകൊണ്ട് ആവശ്യമുള്ള പക്വത നേടാത്ത സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ മാനസിക ആവശ്യങ്ങൾ, സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ അംഗീകാരം ലഭിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്ന അവസരത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾക്ക് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അംഗീകാരവും പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പറ്റിയുള്ള വിശദീകരണങ്ങളും എല്ലാം മാനസികമായിട്ടുള്ള സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പം ഈ മാനസികമായ വികാസം പ്രാപിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ പ്രവർത്തിക്കാനോ സമൂഹത്തിൽ സന്തോഷമായിട്ട് പോകാനായിട്ടോ ഒക്കെ വളരെയേറെ പ്രയാസങ്ങൾ. അതുകൊണ്ട് സൈക്കോളജിക്കൽ നീഡ്സ് പലപ്പോഴും പൂർണ്ണമാക്കപ്പെടാത്ത കൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമൂഹികമായ തിന്മകളുടെ വലിയ വളർച്ച നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് യുവജന ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്താവ് ബന്ധങ്ങളിലൊക്കെ ഈ പറയുന്ന മാനസിക ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്നില്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്കൊരു പോസിറ്റീവ് ഇൻ്റലിജൻസ് എന്ന് പറയും. അതായത് നല്ല ക്രിയാത്മകമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ളൊരു സമീപനം ആവശ്യമാണ്. കുടുംബങ്ങളിൽ പലപ്പോഴും മാനസിക തകർച്ചയുടെ സാഹചര്യം ഉണ്ടാകാൻ ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷം വളരെയേറെ കാരണമാകുന്നുണ്ട്. വളരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുന്നതായിട്ടുള്ള ഒരു പിതാവ് ഒരു കുടുംബത്തിലുണ്ട്. അതുപോലെ തന്നെ ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുന്നതായിട്ടുള്ള ഒരു അമ്മയുടെ സാന്നിധ്യം. അവരെ വീട്ടിൽ വന്നതിന് ശേഷം അവർക്ക് ഒന്നിച്ച് വീണ്ടും സംസാരിക്കുവാനോ ആശയങ്ങൾ പങ്കുവെക്കുവാനോ അവരുടെ വേദനകളും പ്രയാസങ്ങളും ജോലിസ്ഥലുണ്ടായ സന്തോഷവും സങ്കടവും പ്രയാസവും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പീഡനങ്ങളൊക്കെ പറഞ്ഞ് അതൊന്ന് ആശ്വസിച്ച് പറയാനായിട്ട് വളരെ പരിമിതമായ സമയം മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്കൂളിലെ വിഷയങ്ങൾ, അപ്പം ഇങ്ങനെ കുടുംബത്തിൻ്റെ ആ ഒരു വലിയ ആനന്ദകരമായ കൂട്ടായ്മ വളർത്തിയെടുക്കാൻ സാധ്യമല്ലാത്ത ഒരു സാമൂഹിക സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ കുടുംബങ്ങളിൽ വൈകാരികമായ അകർച്ച ഉണ്ടാകുകയും അത് അനേകം കുടുംബ ബന്ധങ്ങളെ തകർച്ചയിലേക്ക് നയിക്കുകയും കുടുംബങ്ങളുടെ സ്വസ്ഥത ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. സഭയ്ക്ക് അല്ലെങ്കിൽ ഒരു സഭയുമായി ബന്ധപ്പെട്ട ഇടവക സംവിധാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇടപെടലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശ്വസിപ്പിക്കേണ്ട തലങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ? അതിനുള്ള സാധ്യതകൾ ഉപയോഗിക്കുന്നു. ഒരുപാട് സാധ്യതകൾ സഭയ്ക്ക് ഫാമിലി അപ്പോസ്റ്റലേറ്റ് വഴിയായിട്ട്, കൗൺസിലിംഗ് വഴിയായിട്ട് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്കറിയാവുന്ന പോലെ ഒരു ചെറിയ സമൂഹത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കുകയാണ്. പൊതുസമൂഹത്തെ മുഴുവൻ നമ്മൾ നോക്കുന്ന അവസരത്തിൽ അങ്ങനെ ചെയ്യണം. ഗവൺമെൻറ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് വിമൻസ് കമ്മീഷൻ വഴിയായിട്ട് ഇപ്പോൾ അങ്ങനെയുള്ള അനേകം കാര്യം. അപ്പം അതിൻ്റെ പ്രായോഗിക രൂപം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള മാനസിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഘടകങ്ങൾ, കൗൺസിലിംഗ് സെൻ്ററുകളൊക്കെ ആവശ്യമാണ്. സ്കൂളുകളിൽ ഇത് വളരെയേറെ ആവശ്യമാണ്. കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള നമുക്കറിയാം അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, ശാരീരികമായ പരിവർത്തനം ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന മാനസിക ആഘാതങ്ങൾ, സംഘർഷങ്ങൾ, ഒരുപക്ഷെ മാതാപിതാക്കളോടോ അധ്യാപകരോടൊക്കെ പറയാൻ സാധ്യമല്ലാത്തതായിട്ടുള്ള ജീവിതത്തിലെ ചലഞ്ചസ്, വെല്ലുവിളികൾ. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കണമെന്നൊരു സ്കൂളുകളിൽ ഇങ്ങനെയുള്ള മാനസിക ആരോഗ്യം പരിരക്ഷിക്കുന്ന കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, കൗൺസിലേഴ്സിൻ്റെ ഒക്കെ ആവശ്യം ഇപ്പോൾ അത് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് ഒത്തിരി വിദേശത്തൊക്കെ ഒത്തിരി അധികം നാൾ സേവനം ചെയ്ത് ഒത്തിരി ആൾക്കാരുമായി ഇടപെട്ട് ഒത്തിരി പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പം വിദേശത്ത് ഇപ്പം അമേരിക്കയിലൊക്കെ സ്കൂളുകളിൽ കുട്ടികൾ തോക്ക് കൊണ്ടുവരുന്നു, അധ്യാപകരെയും സഹപാഠികളെയൊക്കെ വെടിവെക്കുന്നു, മരണപ്പെടുന്നു. അപ്പം ഇതൊക്കെ അവിടെ ആ പരിഷ്കൃത സമൂഹം എന്ന് പൊതുവേ കരുതപ്പെടുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വളരെയധികം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ വല്ല പുരോഗതി നേടിയ ആ രാജ്യത്ത് പോലും ഈ പറയുന്ന മാനസിക പക്വത അല്ലെങ്കിൽ വളർച്ചയുടെ കുറവുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധന നോക്കുമ്പോൾ പല കുട്ടികളുടെയും ചില കുടുംബങ്ങളുടെയൊക്കെ ചരിത്രം എനിക്കറിയാം. അത് മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അവർ പ്രധാനമായിട്ടും പറയുന്നവർ കുടുംബ തകർച്ചയിൽ നിന്നാണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൂട്ടിൽ ലഭിക്കേണ്ടതായിട്ടുള്ള നല്ല സ്നേഹമോ അന്തരീക്ഷമോ ഒന്നും ഇല്ലാതെ പലപ്പോഴും ബ്രോക്കൺ ഫാമിലീസ്, വേർപെടുത്തപ്പെട്ടതായിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ അല്ലെന്ന നിലയിൽ കുട്ടികൾ പലപ്പോഴും ഈ ലഹരി പദാർത്ഥങ്ങൾക്ക് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ അങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ അമിതമായിട്ട് കഴിക്കുന്ന അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ബാറുകളൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കറിയാവുന്ന പോലെ മാനസികമായിട്ടുള്ള ഡീവിയേഷൻസ്, പക്വതയില്ലായ്മ വരും. മദ്യപിക്കുന്നു, മയക്കുമരുന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ കുടുംബ തകർച്ചയിൽ നിന്ന് വരുന്നു,
എന്താണ് സഹപാഠികളില്ലാത്ത അവിടുത്തെ ഒരു പ്രത്യേക അങ്ങനെ വരുന്ന കുട്ടികളും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് ഇങ്ങനെയുള്ള കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പൊതുവായ പഠനം. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിലാണെങ്കിൽ തന്നെ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പല കുറ്റകൃത്യങ്ങളുടെയും നമ്മൾ അതിൻ്റെ കാരണങ്ങളെപ്പറ്റി അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ തകർന്ന കുടുംബ ബന്ധങ്ങളും അതേ തുടർന്നുണ്ടാവുന്ന കുട്ടികളിലുണ്ടാകുന്ന അരക്ഷിതാവസ്ഥയും അതേ തുടർന്നുണ്ടാകുന്ന അവരുടെ മാനസികമായ അപക്വതയുമാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്നത്. ഇവിടെ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇവിടെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം അത്തരം കുട്ടികളോട് അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ ഒരു എന്താ പറയുക മാനസിക ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സാഹചര്യങ്ങളോ ശ്രമങ്ങളോ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടോ? അതായത് സ്കൂളുകളെ സംബന്ധിച്ചും കോളേജുകളെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ക്രമീകരണങ്ങൾക്കകത്ത് ഇങ്ങനെയുള്ള മാനസികമായ സംഘർഷങ്ങൾ പിരിമുറുക്കം ഉണ്ടാകുന്ന അനേകം സാഹചര്യങ്ങൾ നിലനിൽപ്പുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനം എന്നുള്ളതിൽ അനേക വർഷക്കാലം സ്കൂളിൽ അധ്യാപനം കോളേജിൽ അധ്യാപനമായിട്ട് പ്രവർത്തിച്ച വ്യക്തി എന്നുള്ളതിൽ കുട്ടികളുടെ ഇടയിൽ നമ്മളറിയുന്നതിനേക്കാൾ കൂടുതലുള്ള മാനസിക സംഘർഷങ്ങൾ നിലനിൽപ്പുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അത് സാമൂഹികമായ കാരണങ്ങളുണ്ട്, സാമ്പത്തിക കാരണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സാംസ്കാരിക പശ്ചാത്തലങ്ങളുണ്ട്, ഒരു പരിധിവരെ രാഷ്ട്രീയമായ ചിന്താഗതികൾ, ഇങ്ങനെ പല വിപുലപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഉണ്ടാകാറുണ്ട്. പിന്നെ മുതിർന്ന കോളേജുകളിലൊക്കെ വരുന്ന അവസരത്തിൽ കുട്ടികളുടെ ഇടയിലുള്ള വലിയൊരു കാര്യം മദ്യപാനത്തിൻ്റെ വലിയ ഇതുണ്ട്. എന്താണ് കൂട്ടുകെട്ടുകളിൽ നിന്നുണ്ടാകുന്നുണ്ട്, പിയർ ഗ്രൂപ്പിൽ നിന്നുണ്ടാകുന്നുണ്ട്, അതുപോലെ മയക്കുമരുന്നുകളുടെ ഉപയോഗം ഉണ്ടാകുന്നുണ്ട്, അവരുടെ പ്രത്യേകമായ ചില ജീവിത ശൈലിയിൽ നിന്നുണ്ടാകുന്നുണ്ട്, മാതാപിതാക്കൾ വിദേശക്കാരെന്ന് അനിയന്ത്രിതമായ സമ്പത്ത് പണം കൊടുക്കുന്നതിൻ്റെ അടയാളങ്ങളുണ്ട്, ഭൗതിക നന്മകൾ അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളും അതുപോലെ സെൽഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനെ അനേകം ഘടകങ്ങൾ, ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും സമ്പത്തും പിന്നെ അവരുടെ ഇടയിലുള്ള ചില പിരിമുറുക്കങ്ങളും എല്ലാം അങ്ങനെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളെ കുട്ടികളുണ്ടാകും. അത് കുട്ടികൾ ബോധപൂർവം ചെയ്യുന്നതാണോ സാഹചര്യം കൊണ്ട് ചെയ്യുന്നതാണോ എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം. സൈക്കോളജിക്കലായിട്ടുള്ള മാനസിക കാരണങ്ങൾക്ക് രണ്ട് ഘടകങ്ങളാണ് നിലനിൽക്കുന്നത്. ഒന്ന് അവരുടെ ഹെറിഡിറ്റി, അവരുടെ മാതാപിതാക്കൾ ലഭിച്ചതായ ചില നല്ല മാതൃകകൾ അല്ലെങ്കിൽ അവരിൽ ലഭിച്ചതായിട്ട് പിന്തുടർച്ചയായിട്ട് കിട്ടുന്നതായ ചില ഘടകങ്ങൾ. പലയിടത്തും ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ മാതാപിതാക്കൾ എന്ന എൻവയോൺമെൻറ്റലായിട്ട് നല്ല മാർഗ്ഗങ്ങൾ. ഇപ്പോൾ രണ്ടാമത് അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ പ്രത്യേകതയാണ്. അപ്പോൾ എൻവയോൺമെൻറ്റിനകത്ത് നമുക്കറിയാം അവരെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. കുടുംബത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള നല്ല മാതൃകകളും പരിരക്ഷകളും ഇന്ന് പല കുട്ടികൾക്കും ലഭിക്കുന്നില്ല എന്നാണ്. കുട്ടികളുടെ അല്ലെങ്കിൽ ആരുടേതാണെങ്കിലും അവരുടെ വൈകാരികമായ പക്വത, ഇമോഷണൽ മെച്യൂരിറ്റി, അതിൻ്റെ ഒരു പൂർത്തീകരണം അല്ലെങ്കിൽ വളർച്ച, അതിൻ്റെ എല്ലാ തരത്തിലുള്ള പൂർണ്ണത തുടക്കം കുടുംബത്തിൽ നിന്നാണ് അല്ലേ? അതെ, കുടുംബത്തിൽ. രണ്ടാമത് കിട്ടുന്നത് സ്കൂളിൽ നിന്നാണ്. സ്കൂളിൽ നിന്ന് കിട്ടുന്ന പക്വത, വൈകാരിക പക്വത. അപ്പോൾ അതും പലപ്പോഴും പല സ്കൂളുകളിൽ നിന്ന് വൈകാരിക പക്വത കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. മൂന്നാമത് ലഭിക്കുന്നത് പൊതുസമൂഹമാണ്. നമുക്കറിയാം പിതാവ് ഒത്തിരി ഈ വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരി ദീർഘകാലം പ്രവർത്തിച്ച് പരിചയമുള്ള ആണെന്നുള്ളത്. ഈ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഈ കുട്ടികളുടെ ഒരു വൈകാരിക പക്വത അത് നേടുന്നതിനുള്ള ഒരു എന്താ പറയുക പ്രത്യേകമായി അത് മെഷർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനദണ്ഡമോ ഒരു കറക്ഷൻസോ കൊടുക്കുന്നതിനുള്ള സാധ്യതകൾ ഇന്ന് വളരെയധികം ചുരുങ്ങിപ്പോയിരിക്കുക. ഒരു വിജയ ശതമാനത്തിൻ്റെ അല്ലെങ്കിൽ ബൗദ്ധികമായ നേട്ടങ്ങൾക്ക് അനന്തമായ സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഒരു വൈകാരിക പക്വത, ഇമോഷണൽ മെച്യൂരിറ്റി, ഇതിൻ്റെ ഒരു തലവും അതൊന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട കാലഘട്ടമായിട്ടില്ലേ? തീർച്ചയായിട്ടും. അതിനെ സംബന്ധിച്ച് അനേകം പഠനങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റി നടന്നിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലും അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ നടന്നിട്ടുണ്ട്. പല കുട്ടികളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ വരുന്നതായിട്ടുള്ള മദ്യപാനത്തെ സംബന്ധിച്ച്, മയക്കുമരുന്നുകളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് പഠനം പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ട് കടന്നുപോയിട്ട് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇമോഷണൽ മച്യൂരിറ്റിക്കുള്ള അവസരങ്ങൾ നമ്മുടെ സ്കൂളുകളിലും കലാലയങ്ങളിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അത് നമ്മുടെ ടൈം ടേബിളിനകത്ത് കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ നമ്മുടെ കലാപരിപാടികളുമായിട്ട്, അവരുടെ മറ്റ് മനുഷ്യബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ അവരുടെ കലാകായിക രംഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിനെ ചാനലൈസ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പല സ്കൂളുകളിലും, പ്രത്യേകിച്ച് വലിയ നമുക്കറിയാവുന്ന പോലെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ സാധാരണ വ്യാപാരങ്ങൾ ഏർപ്പെടാനോ മറ്റു കുട്ടികളോട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ മുതിർന്നവരോട് ബന്ധപ്പെടാൻ സാഹചര്യമില്ലാതെ ഒരു കൃത്യസമയത്ത് സ്കൂളിൽ വരുന്നു, ഒരു ടൈം ടേബിളിലൂടെ കടന്നു പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവരെ വീണ്ടും വീട്ടിൽ ചെല്ലുന്നു, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ട്യൂഷന് പോകുന്നു. അങ്ങനെ ഒരു മെക്കാനിക്കൽ ലൈഫിലോട്ട് വന്നിട്ട് ഈ കുട്ടിയുടെ തന്നെ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും
അതുവഴി ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളോ ഒന്നും ഇന്ന് പലപ്പോഴും പേരൻസോ അധ്യാപകരോ സ്കൂൾ അധികാരി മനസ്സിലാക്കുകയോ ആ രീതിയിൽ. അപ്പോൾ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ നമ്മുടെ പല സ്കൂളുകളിലും ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ മറ്റൊരു തലം എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെടാൻ കടപ്പെട്ടവരുടെ അടുത്തുനിന്ന് ഭാഗത്തുനിന്ന് പോലും ഇപ്പോൾ അധ്യാപകരായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, അതല്ലെങ്കിൽ നേതൃത്വത്തിലുള്ളവരായിക്കോട്ടെ, അവരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഇമോഷണൽ മെച്യൂരിറ്റിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന ചില പ്രവർത്തനങ്ങൾ ഇതിനെ നേരെ വിപരീത ഫലം ഉണ്ടാക്കുന്നില്ലേ? അത് ഞാൻ അതിൻ്റെ ഈ സൈക്കോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഘടകങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു കുടുംബത്തിലാണ്, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ കുറവുണ്ട്. രണ്ടാമത് സ്കൂളിൽ ഇതിൻ്റെ സാഹചര്യങ്ങളുണ്ട്, അധ്യാപകരത് ശ്രദ്ധിക്കാത്ത അനേകം ഘടകം. അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടേണ്ട ഒരു ഇമോഷണൽ മെച്യൂരിറ്റി. പിന്നെ പിയർ ഗ്രൂപ്പിൽ നിന്നാണ്, അതായത് ഒന്നിച്ച് പഠിക്കുന്ന ഒരേ പ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു പക്ഷേ 1, 2, 3 കിലോമീറ്ററൊക്കെ നടന്ന് കുട്ടികളോട് വർത്തമാനം പറഞ്ഞ് ഈ പ്രകൃതിയും കണ്ട് ആസ്വദിച്ച് അനേകം കാര്യങ്ങളെപ്പറ്റി സന്തോഷിച്ച് സ്കൂളിൽ പോവുകയും തിരിച്ചങ്ങനെ പോവുകയും അങ്ങനെ ഉണ്ടാകുന്ന ക്ലാസ് മുറിയിൽ നിന്നുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ ഈ യാത്രയിലും സംഭാഷണത്തിലും ചിരിയിലും കളിയിലും ഒക്കെ നഷ്ടപ്പെട്ട് പിന്നെ വീണ്ടും നമ്മൾ ഫ്രഷായിട്ട് ഭവനത്തിൽ ചെല്ലുന്നു. രാവിലെ ഇറങ്ങി വന്നിട്ട് നമ്മൾ വീണ്ടും അങ്ങനെയാകുന്നു. സ്കൂളിൽ ചെല്ലുന്ന അവസരത്തിലും കലാകായിക രംഗങ്ങളൊക്കെ ഇടപെട്ടപ്പം അങ്ങനെ ഉണ്ടായിരുന്ന കുറച്ചുകൂടി സ്വതന്ത്രമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്ന അധ്യാപകരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെയാണ് കൂടുതൽ നിയന്ത്രണം ഇവിടെ വന്നത്. അതുകൊണ്ടാണ് ഇമോഷണൽ പക്വത വലിയ ഡിഗ്രിയും റാങ്കും ഒക്കെ വാങ്ങിച്ച കുട്ടികൾക്ക് പോലും ഇല്ലാതെ ചിലപ്പോഴൊക്കെ ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ നൈരാശ്യത്തിലേക്കും അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും ഒക്കെ അടിമകളായിട്ട് കുട്ടികൾ. അതുകൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലും യുവാക്കളുടെ ഇടയിലുമൊക്കെ ഇത് വർദ്ധിച്ചു വരാൻ കാരണം പ്രധാനമായിട്ട് ഇവർക്കുള്ള സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ, വൈകാരികമായ സംതൃപ്തി കിട്ടാത്തതായിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ്റെ ഭൗതികവും ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായിട്ടുള്ള ആവശ്യങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആധ്യാത്മികമായ സ്പിരിച്വലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരു പ്രസക്തിയുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഒരു പൂർണ്ണ മനുഷ്യൻ്റെ വളർച്ചയും വികാസവും സ്വാതന്ത്ര്യവുമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അക്കൂട്ടത്തിലാണ് മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ, മാനസിക ആവശ്യങ്ങൾ, ബൗദ്ധിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു വച്ചത്. അപ്പോൾ അതിനോട് ചേർന്ന് പോകുന്നതാണ് മനുഷ്യൻ്റെ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങളും. ഈ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റിയില്ല എന്ന് വരികിൽ അവന് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് മനുഷ്യൻ്റെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയാണ് കുടുംബങ്ങളിൽ നമ്മൾ പ്രാർത്ഥനകൾ നടത്തുന്നത്, കുടുംബങ്ങൾ ഒന്നിച്ച് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നത്, മറ്റ് കൗദാശിക അനുഭവങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് സഭ പ്രത്യേകമായിട്ട് അവർക്ക് നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നു. അതുപോലെ കത്തോലിക്ക സ്ഥാപനങ്ങളെ സംബന്ധിച്ച് സ്കൂളുകളിലും കോളേജിലും ഒക്കെ കുട്ടികൾക്കും ആത്മീയമായ ദർശനങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ നമ്മുടെ ആരാധനാപരമായ ജീവിതത്തിൻ്റെ അവസരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മുടെ സ്കൂളുകളുടെ മാത്രമല്ല, എല്ലാ ഈശ്വരവിശ്വാസ സ്ഥാപനങ്ങളിലും അങ്ങനെയുണ്ട്. എല്ലാ മതങ്ങളുടെയും സന്ദേശങ്ങളുമുള്ള പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ആത്മീയമായ ദർശനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീഡ് എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ അതിൻ്റെ ഒരു പരിഹാരത്തിനായിട്ട് അല്ലെങ്കിൽ അവിടെ സമാശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ദൈവത്തോടും വിശുദ്ധരോടും പരിശുദ്ധ മാതാവിനോടും ഒക്കെ പ്രാർത്ഥിക്കുന്നതായ സന്ദർഭം. അപ്പോൾ ഈ ആത്മീയ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ജീസസ് യൂത്തും അതുപോലെയുള്ള സംഘടനകളും പ്രാർത്ഥനകളും ആരാധനകളും അതുപോലെ തന്നെ യുവജനങ്ങളുടെ ഇടയിലെ ധ്യാനങ്ങളൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് ആത്മീയമായ പ്രബുദ്ധത വരുത്തുന്നത്. അപ്പം മനുഷ്യൻ്റെ ശാരീരികവും ആത്മീയവും അതോടൊപ്പം തന്നെ ബൗദ്ധികവും മാനസികമായ വികാസം ഒന്ന് ചേർന്ന് വരിൽ മാത്രമേ അവൻ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാനും ആ സ്വാതന്ത്ര്യത്തോടു കൂടി സന്തോഷിച്ച് ജീവിക്കുവാനും ഒക്കെ ഇടയാകുള്ളൂ. അതുകൊണ്ട് ആത്മീയ പരിപോഷണം നമ്മെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു പോരായ്മ മറ്റ് ബൗദ്ധിക അല്ലെങ്കിൽ സാംസ്കാരിക അല്ലെന്നൊരു ശാരീരിക അല്ലെന്നൊരു വൈകാരികമായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുമ്പോഴും ദൈവത്തെയും ദൈവിക ശുശ്രൂഷകളെയും ദൈവത്തിനടുത്ത കവതാശി അനുഭവത്തെയെല്ലാം ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്നും, സഭയിൽ നിന്നും, അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നും, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മാനുഷികമായ കാഴ്ചപ്പാട് വളർന്നു വരുന്നുണ്ട്. അത് വളരെയേറെ
പ്രയാസമേറിയ സാഹചര്യങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലോ രാഷ്ട്രത്തിലൊക്കെ സൃഷ്ടിക്കുവാനിടയിൽ നീഡ്സിനെ വ്യക്തിപരമായ ആവശ്യങ്ങളായി കണ്ടുകൊണ്ട് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അത് ഈ പരിശീലന കാലഘട്ടത്തിൽ ഏത് സംവിധാനത്തിലാണെങ്കിലും അതിനെ ഒന്നിച്ചു ചേർന്ന് പോകേണ്ടതാണ് എന്നാണോ? അതെ, തീർച്ചയായിട്ടും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വികാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആത്മീയ ആവശ്യങ്ങളെപ്പറ്റി പറയുന്നത്. അപ്പോൾ ആത്മീയ ആവശ്യങ്ങളെ അതൊരു സമൂഹത്തിൻ്റെ വ്യക്തിയുടെയോ മാത്രമായിട്ട് കാണാതെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും അല്ലെങ്കിൽ സമൂഹ വികാസത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കാണുകയും ആത്മീക ധാർമ്മിക ദർശനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ സ്കൂളുകളിലും കോളേജിലും ഒക്കെ എല്ലാവർക്കും ലഭ്യമായി എന്നുവരികിൽ മാത്രമേ അവർക്ക് സമഗ്രമായ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കാനായിട്ട് സാധ്യമാകൂ. അത് സഭയുടെയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരിക്കുകയും ചെയ്യേണ്ടതാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത് അവൻ്റെ എല്ലാവിധമായ ബൗദ്ധികവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ആവശ്യങ്ങളെക്കാൾ ഉപരി ആധ്യാത്മികമായ ആവശ്യങ്ങൾ കൂടി പരിഹരിക്കുമ്പോഴാണ്. അതിനുള്ള അർഹമായ പരിഗണന എല്ലാ വിഭാഗത്തിനും അർഹമായ പരിഗണന ലഭിക്കുമ്പോഴാണ് ആ നേട്ടം പൂർണ്ണമാകുന്നത്. ഇന്നത്തെ ഈ ചർച്ചയിൽ ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായി നമ്മളോട് സംസാരിച്ച അഭിമന്യ പിതാവിന് ഗേറ്റ്വേയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുന്നു.